പരാതിയോ അല്ലെങ്കിൽ പരാമർശവും ഉണ്ടായതിനു ശേഷം ഞാൻ നടി എന്നല്ലേ വിളിച്ചത്, മറ്റൊരു വാക്ക് അതിനോട് സാമ്യമുള്ളൊരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. ഇത് ഹെഡിങ് ആയി കൊടുത്തുകൊണ്ടാണ് ചില യൂട്യൂബ് ചാനലുകൾ അവരുടെ കണ്ടന്റ് ഉണ്ടാക്കിയത്. നടി എന്നല്ലേ പറഞ്ഞത്, ഇങ്ങനെയല്ലല്ലോ എന്ന് ബോച്ചെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ള മാലിന്യമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. അത് കൺസ്യൂം ചെയ്യാൻ കുറെ മഹാന്മാരും. മാധു, നമ്മൾ ഇപ്പോൾ പ്രമോദ് പുഴങ്കര അതിൻ്റെ ചരിത്രത്തെയും സാമൂഹികപരമായിട്ടുള്ള അതിൻ്റെ നിലപാടുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയിൽ സമകാലികമായി നടക്കുന്ന ഒരു സംഗതി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുമ്പും അതാണ് പറയാൻ ശ്രമിച്ചത്. മറ്റൊരു ചർച്ചയിൽ കോണ്ടന്റ് എന്ന് പറയുന്ന ഒന്നാണ് ഇന്ന് ഇപ്പോൾ പ്രധാനമായ ഒന്ന്. കോണ്ടന്റ് സൃഷ്ടിക്കുക, അതും വൈറലാകുന്ന കോണ്ടന്റ് സൃഷ്ടിക്കുക. ഇപ്പം നമ്മളുടെ യൂട്യൂബ് ചാനലുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു മീഡിയം സൃഷ്ടിക്കപ്പെടുന്നു. ആ മീഡിയം അത് മീഡിയം അല്ലേ, അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ മീഡിയം നോക്കുക. എറണാകുളത്തെ 1-2 സിനിമാ തിയേറ്ററുകൾ, ആ സിനിമാ തിയേറ്ററുകളിൽ സിനിമയുടെ പ്രൊമോഷൻ എന്ന പേരിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുക. സിനിമയുടെ പ്രൊമോഷന് വരുന്ന അല്ലെങ്കിൽ ആ തിയേറ്ററുകളിൽ ചില പ്രത്യേക തിയേറ്ററുകളിൽ സിനിമ കാണാൻ വേണ്ടി വരുന്ന സ്ത്രീകൾക്ക് നേരെ എവിടെയാണ് അവർ ക്യാമറ വെക്കുന്നത് എന്ന് നോക്കുക. പ്രത്യേക തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ കോണ്ടന്റുകൾ നോക്കുക. അപ്പൊ മാധു ഇപ്പൊ പറഞ്ഞു തുടങ്ങിയ ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ കണ്ട ആ കാര്യം അതൊരു കോണ്ടന്റ് ആണ്. അത്തരത്തിലുള്ള കോണ്ടന്റുകൾ ആവശ്യപ്പെടുന്ന യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ആ വരുമാനം സൃഷ്ടിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഇൻഡസ്ട്രി സത്യത്തിൽ ഒരു പോൺ ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ ഞാൻ ഒരാൾ അയാളുടെ സമ്മതത്തോടു കൂടി ഒരു പോൺ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു, ആ ആളെ നമ്മൾ ആർട്ടിസ്റ്റ് എന്നാണ് വിളിക്കുക. പക്ഷെ ഇവിടെ സൃഷ്ടിക്കുന്ന ഈ പോൺ കണ്ടന്റിന്റെ പ്രത്യേകത, ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന പോൺ കണ്ടന്റുകളുടെ പ്രത്യേകത അയാളുടെ അനുവാദത്തോടു കൂടിയായിരിക്കാം. പക്ഷേ അതിനെതിരെ നിൽക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാളുടെ അനുവാദത്തോടു കൂടിയല്ല അയാൾ ആ പോൺ കണ്ടന്റ് സൃഷ്ടിക്കുന്നത്. ഈ പോൺ കണ്ടന്റ് സൃഷ്ടിക്കുന്ന ഓരോ യൂട്യൂബ് ചാനലുകൾ ശ്രദ്ധിക്കുക, അവരാരും അവരുടെ അനുവാദത്തോടു കൂടിയല്ല. തൊട്ടടുത്ത ദിവസം നോക്കുക, ഒരു കുട്ടി സിനിമ കാണാൻ വരുന്നു. ആ കുട്ടിയുടെ ആദ്യത്തെ സിനിമയായി തോന്നുന്നു, ആ ലേഡിയുടെ ആദ്യത്തെ സിനിമയാണ്. ആ ലേഡിയുടെ അനിയനും കാറിലിരിക്കുന്നു. ആ കാറിലേക്ക് ക്യാമറ കൊണ്ടുപോകുന്ന രീതികൾ നോക്കുക. അപ്പോൾ ഇത് നമ്മൾ കരുതും ആരോ കുറച്ചുപേർ മാത്രമാണിതെന്ന്. 10,000-2000-ലധികം പേരുള്ള അല്ലെങ്കിൽ അത്രയും വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് ഈ പോൺ ഇൻഡസ്ട്രി കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്നിവർ സിനിമാ തിയേറ്ററുകളിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പല നടിമാരും ആർട്ടിസ്റ്റുകളും അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ ഹണി റോസ് അടക്കമുള്ള ഇവരെല്ലാവരും ഉന്നയിക്കുന്നത് ഒരേ വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ആരാണ് ഞങ്ങളെ വെച്ച് ഈ പോൺ സൃഷ്ടിക്കാൻ അധികാരം തരുന്നത്? നിങ്ങൾക്ക് ഞങ്ങൾ അതിനുള്ള അധികാരം തന്നിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ ക്യാമറ വെക്കാൻ എങ്ങനെയാണ് അധികാരം കിട്ടുക? നാളെ ഇവർ നമ്മളുടെ വീടിന്റെ ഉള്ളിൽ വന്ന് ഒളിഞ്ഞിരുന്ന് ക്യാമറ പിടിച്ചിട്ട് അതും യൂട്യൂബിൽ കൊണ്ടേയിടും. ഞാൻ പറയുന്നത് ഇവിടെ സൃഷ്ടിക്കുന്ന ഈ പറയുന്ന ഇത്തരത്തിൽ പോൺ സൃഷ്ടിക്കാൻ, ഈ പറയുന്ന ഒരു വ്യക്തിയെ വെച്ച് പോൺ സൃഷ്ടിക്കാൻ ബോബി ചെമ്മണ്ണൂരിന് ആരാണ് അധികാരം കൊടുത്തത്? അത്തരത്തിൽ കാശുണ്ടാക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ. നമ്മൾ ഈ പറയുന്ന മാറി വന്ന ഈ പറയുന്ന വെട്ടുകിളി കൂട്ടങ്ങൾ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള വിഷ്വലി ഇത്തരത്തിലുള്ള പ്രമോദ് പുഴങ്കർ സൂചിപ്പിച്ചു ആൺനോട്ടങ്ങളുടെ അത്തരത്തിലുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന അത്തരത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി. 2, ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആളെ സൃഷ്ടിച്ചത് ഇതേ ഗ്രൂപ്പുകളാണ്. ഇവര് പ്രൊമോഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് രാഹുൽ പറഞ്ഞല്ലോ ഇതിന് അടിയിൽ വരുന്ന കമന്റുകളെ കുറിച്ചിട്ട്, അത് കാശ് കൊടുത്തുണ്ടാക്കുന്ന കമന്റുകളാണ് രാഹുൽ. അത് നമ്മൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി കാശ് കൊടുത്തിട്ട് ഇതേ ആളുകളെ ഇറക്കിയിരിക്കുന്നു. അടുത്തൊരു ചോദ്യമുണ്ട്, ബോബി ചെമ്മണ്ണൂരിനെതിരെ നിങ്ങൾ പോലീസ് കേസെടുത്തു. എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ കോണ്ടന്റ് പ്രസിദ്ധീകരിച്ച മീഡിയക്കെതിരെയും ആ മീഡിയയുടെ ഓണർമാർക്കെതിരെയും കേസെടുക്കാത്തത്? കേസെടുത്തേ പറ്റൂ. ഈ കോണ്ടന്റ് വരുന്നത് മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലോ മനോരമയിലോ ആണെങ്കിൽ റിപ്പോർട്ടറും ക്യാമറാമാനും എഡിറ്ററും പോകണ്ടേ കേസിന്റെ ഭാഗമായിട്ട്? ഇവിടെ എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ മാത്രം കേസിന്റെ ഭാഗമായി പോകുന്നത്? ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന പ്രൊമോഷൻ എന്ന പേരിൽ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഞാനൊരു സംരംഭകനാണ്, എന്റെ ഇൻഡസ്ട്രിയുടെ പ്രൊമോഷനാണ് എന്നാണ് പറയുന്നത്. ഈ പ്രൊമോഷൻ എന്നുള്ള പേരിൽ സൃഷ്ടിക്കുന്ന, സിനിമയുടെ പേരിൽ സൃഷ്ടിക്കുന്ന, സിനിമയുടെ അമ്മയടക്കമുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളൊപ്പമാണെന്ന്. പക്ഷേ ഈ പ്രൊമോഷന്റെ പേരിൽ ഈ കാര്യത്തിന് കൂട്ടുപിടിക്കുന്നവരിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക. അത് ഒരു ഇൻഡസ്ട്രിയെ, സിനിമ പോലൊരു ഇൻഡസ്ട്രിയെ, അതല്ലെങ്കിൽ സംരംഭങ്ങൾ പോലുള്ള ഒരു ഇൻഡസ്ട്രിയെ, ആ ഇൻഡസ്ട്രിക്ക് പരസ്യം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, പ്രൊമോഷൻ എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള പോൺ കണ്ടന്റുകൾ വേണം എന്ന ഒരു ആവശ്യം ആരാണ് ഉന്നയിക്കുന്നത്? ആ ആവശ്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് നമ്മൾക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റിയോ? ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റിയോ? അത് ചോദ്യം ചെയ്യാൻ പറ്റിയിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിൽ. ഞാൻ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ സൃഷ്ടിക്കുന്ന, അനുവാദമില്ലാതെ സൃഷ്ടിക്കുന്ന ഈ പോൺ കണ്ടന്റിനെ ചോദ്യം ചെയ്യാൻ
കേരള സമൂഹത്തിന് പറ്റിയിരിക്കുന്നു. അതൊരു സാമൂഹ്യമായ ഒരു വിജയമാണ്. അത് പ്രമോദ് പുഴങ്കര സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു സമരമാണ്. അത് തുടരുക തന്നെ ചെയ്യും. ആ സമരത്തിലാണ് ഹണി റോസ് പങ്കെടുത്തത്. അങ്ങനെ ഹണി റോസ് പങ്കെടുത്തത് കൊണ്ടാണ് നമുക്കതൊരു വ്യക്തിപരം എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു പൊതുപ്രശ്നമായി നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. ഒരു ഇടവേള എടുക്കട്ടെ. എല്ലാവരിലേക്കും തിരികെ വരാം. പാപ്പ ഇടവേള.